ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് TKR അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. ഓക്കെ, എന്താണ് TKR, ആർക്കൊക്കെയാണ് TKR ചെയ്യേണ്ടത്, എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഇത് കാരണം ഉണ്ടാകും, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതിനു മുന്നേ എന്താണ് നീ ജോയിൻ്റ് എന്ന് നോക്കാം. കാൽമുട്ടെന്ന് പറയുന്ന ജോയിൻ്റ് 3 അസ്ഥികളാൽ ചേർന്നതാണ്. നമ്മുടെ തൈബോണായ തുടയെല്ലായ ഫീമറിൻ്റെ എൻഡും ടിബിയ എന്ന നമ്മുടെ കാലിലോട്ട് പോകുന്ന ഷിൻ ബോൺ എന്ന് പറയും, ആ ബോണിൻ്റെ പാർട്ടും പിന്നെ പട്ടല്ല, നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട എന്നൊക്കെ പറയുന്ന പാർട്ട്, ഈ 3 ബോണും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ് നീ ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി TKR ആർക്കൊക്കെയാണ്, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ ആർക്കൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്? പ്രധാനമായും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ചെയ്യുന്നത്. മുട്ട് തേയ്മാനം ഉള്ള പേഷ്യൻസിനാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതും ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും മറ്റൊരു മാർഗം, പരിഹാര മാർഗം ഇല്ലാണ്ട് വരുമ്പോൾ ആണ് സർജറി എന്ന ഓപ്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് ചെയ്യും. അല്ലാതെ മറ്റെന്തെങ്കിലും അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉള്ളവർ, അതായത് മുട്ടിന് വളവുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള അവസ്ഥകളിലും അങ്ങനെ അലൈൻമെൻറ്റിന് ഇഷ്യൂസ് ഉള്ള കണ്ടീഷൻസിനും നമ്മൾ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യും. അടുത്ത് മൂന്നാമതായി ചെയ്യുന്നത് ഇഞ്ചുറി ഉള്ള കണ്ടീഷനാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഇഞ്ചേർഡായി, ഫ്രാക്ചറായി, അങ്ങനെയുള്ള കണ്ടീഷൻസിനുമൊക്കെയാണ് പ്രധാനമായിട്ടും നീയുടെ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ TKR? നമ്മൾ OP ഒരിക്കൽ വന്ന പേഷ്യൻ്റ് ചോദിച്ചതാണ്. ഈ മുട്ട് മാറ്റി TKR എന്നൊക്കെ, മുട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട് മുഴുവനായിട്ട്, അവിടെയുള്ള എല്ലാ അസ്ഥികളും മുഴുവനായി മാറ്റി വയ്ക്കുന്നതാണോ എന്ന്. എന്നാൽ അല്ല, മുഴുവനായിട്ട് മാറ്റി വയ്ക്കുന്നതല്ല. അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ, 3 എല്ലുകൾ ചേർന്നാണ് ഒരു നീ ജോയിൻറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡാമേജ് ആയിട്ടുള്ള പാർട്ടുകൾ എത്രത്തോളമാണ് ആ ഡാമേജ്ഡ് പാർട്ട് ഉള്ളത്, അതിനെ ഒരളവിലായിട്ട് അവർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ ഇംപ്ലാന്റ്സ് വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വരുന്ന ഇംപ്ലാന്റ് നമ്മുടെ ഫീമറിലും ടിബിയയിലും വരുന്നതാണ്. ഫീമർ എന്ന് പറയുന്ന തുടയിലാണ്, അതിൻ്റെ ഭാഗത്ത് ഷേപ്പിലുള്ളൊരു ഇംപ്ലാന്റ് വെക്കുന്നു. അതായത് ഫീമറിൽ എത്രത്തോളമാണോ ആ പാർട്ട് ജപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഡാമേജ് പറ്റിയിരിക്കുന്നത്, തേയ്മാനം കാരണം ഡാമേജ് പറ്റിയിരിക്കുന്നത്, ആ ഒരു പാർട്ടിനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഷേപ്പിലുള്ള ഒരു ഇംപ്ലാന്റ് ഫീമറിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ടിബിയയിലും ചെയ്യുന്നത്. എത്രത്തോളമാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത് അത് ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എത്രത്തോളമാണ് ആ ടിബിയ ബോണിന് ഡാമേജ് ഉള്ളത്, ആ ഒരു പാർട്ട് മാത്രം മാറ്റിയതിന് ശേഷം അവിടെയും ടിബിയയ്ക്ക് പാകത്തിനുള്ളൊരു ഇംപ്ലാന്റ് വെക്കുന്നുണ്ട്. ഇതിനിടയിലായിട്ട് ഈ ഫീമറിനും ടിബിയയ്ക്കും ഇടയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായി ഇതിനിടയ്ക്ക് ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റിനായിട്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ചിരട്ടയുടെ പട്ടലയുടെ ഭാഗത്തും ഒരു പാർട്ട് വെക്കുന്നുണ്ട്. ഇത്രയുമാണ്. അങ്ങനെ വളരെ കുറച്ചാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നതും, മുഴുവനായിട്ടല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ TKR എന്ന് പറയുന്നത്. അതുപോലെ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫീമറിൻ്റെ പാർട്ട്, ടിബിയയുടെ പാർട്ട്, പട്ടലയുടെ പാർട്ട്, ഇത് 3 മാറ്റുന്നുണ്ട്. എന്നാൽ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റിന് അങ്ങനെയല്ല, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടാകാൻ മാറ്റപ്പെടുന്നത്. അതായത് ഏതിനാണോ ഡാമേജ് ഉള്ളത് ആ പാർട്ട് മാത്രമായിരിക്കും ഇംപ്ലാന്റ് കൊണ്ട് മാറ്റുന്നത്. ഓക്കെ, അതാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മുഴുവനായിട്ട് എല്ലാ പാർട്ടും മാറ്റുന്നതല്ല നീ റീപ്ലേസ്മെൻറ്റ്. ഏത് പാർട്ടിനാണോ ഡാമേജ് പറ്റിയിരിക്കുന്നത് ബോണിൻ്റെ ആ ഒരു പാർട്ട് മാത്രം മാറ്റി ഇംപ്ലാന്റ് വെക്കുകയും ആ ഡാമേജ് ആയ കാർട്ടിലേജിനെ റിമൂവ് ചെയ്ത് അവിടെയും ഒരു പ്ലാസ്റ്റിക് പോലൊരു വസ്തു കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് TKRൻ്റെ കോംപ്ലിക്കേഷൻസ്? നോർമലി എല്ലാ സർജറിക്കുമുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ TKRനുമുണ്ട്. ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാം, ഇൻഫെക്ഷൻ, ആ വെച്ച ഇംപ്ലാന്റിൻ്റെ ലൂസനിങ്, നീ സ്റ്റിഫ്നെസ്, ഇതുപോലുള്ള എല്ലാ മറ്റുള്ളതിലുള്ളതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ TKR സർജറിക്കുമുണ്ട്. ഇനി ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, TKR കഴിഞ്ഞ പേഷ്യൻറ്റിന് എങ്ങനെയാണ് അവരുടെ മാനേജ്മെൻറ്റ്? ഡോക്ടർ പറയുന്നത് പോലെ തന്നെ കേട്ട് അതിനനുസരിച്ച് വേണം അവരുടെ ഓരോ മൂവ്മെൻറ്റും നടത്താനായിട്ട്. പ്രോപ്പറായിട്ടൊരു ഫിസിയോതെറാപ്പി ഗൈഡൻസിനോടൊപ്പം തന്നെ TKR കഴിഞ്ഞ പേഷ്യൻസ് പോകണം. TKR കഴിഞ്ഞുള്ള റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നീഡും റേഞ്ച് ഓഫ് മോഷൻ, മുട്ടിൻ്റെ മൂവ്മെൻറ്റിനാണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ തന്നെ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അത്രയേറെ പേടിക്കേണ്ട ഒരു സർജറി അല്ല TKR എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.